എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പത്തരമാറ്റ് സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നവ്യയ്ക്ക് ഒരുപാട് ദേഷ്യവും സങ്കടമെല്ലാം വരുന്നുണ്ട്. അബി ജയിലിലായ കാര്യം ആലോചിച്ച് അബി ജയിലിലായ സങ്കടത്തിൽ നയനയെയും നന്ദുവിനെയും ഇപ്പോൾ ശത്രുക്കളായിട്ടാണ് നവ്യ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ പാരകൾ വെക്കാനും അബിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ട് നവ്യ. അതുകൊണ്ട് തന്നെ ജലജയുടെ കൂടെ കൂടിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഒപ്പിക്കുകയാണ് നവ്യ. തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നവ്യ ആലോചിക്കുന്നുണ്ട്, അബി ജയിലിലായി, ഒരാൾക്ക് പോലും അവനെ പുറത്തിറക്കണം എന്നൊരു ചിന്ത പോലും ഇല്ല. എനിക്കാണിപ്പോൾ ആരും ഇല്ലാതായത്. എനിക്ക് എൻ്റെ കുഞ്ഞിനും അവനില്ലാതെ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയും പുറത്തിറക്കണം. എത്ര പേരുടെ കാല് പിടിച്ചു ഞാൻ, പക്ഷേ ഒരാൾ പോലും എൻ്റെ കണ്ണീര് കാണാൻ തയ്യാറാവുന്നില്ല. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കാൻ മാത്രം അത്ര വലിയ തെറ്റൊന്നുമല്ല അവൻ ചെയ്തത്. ആ ആദർശേട്ടൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇവൻ ചെയ്തതെല്ലാം എത്ര ചെറിയ കാര്യമാണ്. എങ്ങനെയായാലും അവൻ ഇനി എൻ്റെ കുഞ്ഞിനെയും സാധിച്ചിട്ടൊന്നും ഇല്ലല്ലോ, വേറെ ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. എന്നാൽ ആദർശേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ളതല്ലേ. എന്നാൽ ആരും ആദർശേട്ടനെ കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ അഭിയെ മാത്രമാണ് കുറ്റം പറയാൻ നേരമുള്ളൂ എന്നെല്ലാം വിചാരിക്കുകയാണ്. ശേഷം ജലജയാണെങ്കിൽ നവ്യയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നുണ്ട്. എൻ്റെ മകള്, എൻ്റെ കുഞ്ഞിന് ഇനി അച്ഛനില്ലാതെയായിരിക്കും വളരേണ്ടി വരിക. അച്ഛനൊരു ജയിൽപ്പുള്ളിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ മകളെ കുറ്റപ്പെടുത്തും. അവൾക്ക് പിന്നെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നവ്യയെ കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവളെ എന്തെങ്കിലും പറഞ്ഞ് പിടികേറ്റിയിട്ട് വേണം അവനെ പുറത്തിറക്കാൻ. അല്ലാതെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവള് വിചാരിച്ചാൽ മാത്രമേ ഇനി അബി പുറത്തിറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവളെ ഓരോന്ന് പറഞ്ഞ് കയറ്റി വിട്ടേ പറ്റൂ എന്നെല്ലാം വിചാരിക്കുകയാണ്. ജലജ നവ്യോട് പറയുന്നുണ്ട്, മേനയുടെയും ആദർശിൻ്റെയും കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ഈ വീട്ടിലൊരു വിലയുണ്ടാവില്ല. നിൻ്റെ കുഞ്ഞിനും ഈ വീട്ടിൽ ഒരു വില പോലും ഉണ്ടാവാൻ പോകുന്നില്ല. അവരെല്ലാം നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടിയും പോകുന്നില്ല. നയനയ്ക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞിനെ ആർക്കും വേണ്ടി വരില്ല എന്നെല്ലാം പറയുകയാണ്. നവ്യയോട് അഭിയും പറയുന്നുണ്ട്, ആ കുഞ്ഞൊരിക്കലും ജനിക്കാൻ പാടില്ല. കാരണം ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കോ നമ്മുടെ കുഞ്ഞിനോ ആ കുടുംബത്തിലൊരു വിലയും ഉണ്ടാവില്ല. എല്ലാവർക്കും ആദർശേട്ടനെ അല്ലേ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ആ കുഞ്ഞിനെയും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മുടെ കുഞ്ഞിനെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് അബി. ജലജയും അബിയും പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നവ്യയ്ക്ക് ഇതെല്ലാം മനസ്സിൽ കയറി എങ്ങനെയെങ്കിലും നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിലായിരിക്കുകയാണ്. ശേഷം എങ്ങനെയാണ് അവളെ ഇല്ലാണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നയനയുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കേണ്ടത് എന്നെല്ലാം ആലോചിച്ച് തല പുകയ്ക്കുന്നുണ്ട് നവ്യയുടെ അടുത്തേക്ക് നയന ചെല്ലുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അബി ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ എന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് തന്നെ പൊക്കോണം. എനിക്ക് നിന്നെ കാണണ്ട. എൻ്റെ രണ്ട് അനിയത്തിമാരും ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ആദ്യം ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ശത്രുക്കളായി കാണുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം നിങ്ങളെല്ലാം ഞാൻ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുള്ള ദേഷ്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എൻ്റെ അനിയത്തിമാരല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് പോലും വന്നു പോവരുത്, പ്രത്യേകിച്ച് നീ എന്ന് പറയുന്നുണ്ട് നയനയോട്. നയന പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? അപ്പോൾ അബി ചെയ്തതൊന്നും തെറ്റല്ല എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അബി ചെയ്തത് തെറ്റുകളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ അവൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അബി ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നെല്ലാം പറയുന്നുണ്ട് നയന പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അതൊന്നും ചേച്ചിയുടെ മുന്നിലൊരു തെറ്റല്ലെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ വിചാരിച്ചേ പറ്റൂ. കാരണം അബി എൻ്റെ ഭർത്താവാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്. അവൻ ജയിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത്? ഒരച്ഛൻ്റെ കെയറിങ്ങും കാര്യങ്ങളെല്ലാം എൻ്റെ കുഞ്ഞിനും കിട്ടേണ്ടതല്ലേ? നിനക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ, നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു, നിൻ്റെ ഭർത്താവിനും കുഴപ്പങ്ങളൊന്നും ഇല്ല, നീ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയാണോ? എൻ്റെ അബിക്ക് ഒന്നും ആരും കൊടുത്തിരുന്നില്ല, ഒരു സ്വത്ത് കൊടുത്തിരുന്നില്ല, നല്ലൊരു ജോലി അവന് കൊടുത്തിരുന്നില്ല. ഇപ്പം കണ്ടില്ലേ, അവനെ ജയിലിലുമാക്കി. ഇപ്പം എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നെല്ലാം പറഞ്ഞ് കലി തുള്ളുന്നുണ്ട് നയനയോട്. നയന പറയുന്നുണ്ട്, ചേച്ചിയോട് ഞാനിപ്പോൾ ഒരു കാര്യങ്ങളും പറയാൻ വരുന്നില്ല. കാരണം ചേച്ചിയുടെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്. അതുകൊണ്ടാണ് ചേച്ചി ഇത്തരത്തിലെല്ലാം സംസാരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എൻ്റെ കണ്ടീഷന് ഒരു മോശവും ഇല്ല, എൻ്റെ അവസ്ഥയാണ് മോശം. കാരണം
എന്നെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളെല്ലാവരും കൂടി തന്നെയാണ്. അബിയെ പുറത്തിറക്കാൻ ഇവിടുത്തെ മുത്തശ്ശൻ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആരും അതൊന്നും ചെയ്യില്ല. ആരും എന്നെയും എൻ്റെ കുഞ്ഞിനെയും കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരു ജയിൽ പുള്ളിയുടെ മകളായിട്ട് വേണോ എൻ്റെ കുഞ്ഞ് വളരാൻ എന്നെല്ലാം പറയുന്നുണ്ട്. ശേഷം ജലജ അബിയോട് വന്ന് പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം മോളെ, എങ്കിലും മാത്രമേ എൻ്റെ കുഞ്ഞിന് ഇനി നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എന്നെല്ലാം പറയുകയാണ്. അവളുടെ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. വിചാരിക്കുന്നുണ്ട്, അന്ന് ഇവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ജ്യൂസിൽ മരുന്ന് കലക്കി ഞാൻ കൊടുത്തിരുന്നത്. എന്നാൽ അത് കുടിച്ചിട്ട് ദേവയാനിക്കാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഇനി അത്രയും സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇവളുടെ കുഞ്ഞ് വയറ്റിൽ നിന്ന് തന്നെ ചത്തുപോവാനുള്ള ഒരു മരുന്ന് തന്നെ കലക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ജലജ. അതിനുവേണ്ടി ദേവയാനി ഉണ്ടാക്കി വയ്ക്കുന്ന ജ്യൂസിൽ അബോഷൻ ആവാനുള്ള മരുന്ന് കലക്കുന്നുണ്ട് ജലജ. ശേഷം ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ അവിടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ മറക്കാതെ ഇതെടുത്ത് കുടിക്കണേ എന്ന് പറയുകയാണ്. നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ജ്യൂസ് ഒന്നും വേണ്ട അമ്മേ എന്ന് പറയുമ്പോൾ ജലജ വന്ന് പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് നീ ഇപ്പോൾ നന്നായി ഭക്ഷണം എല്ലാം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ജലജയ്ക്കൊരു മാറ്റം വരുന്ന സമയത്ത് ദേവയാനി ആലോചിക്കുന്നുണ്ട്, ഇത്ര നേരം ഇവള് മോളുടെ മെക്കിട്ട് കയറുമായിരുന്നല്ലോ ചെയ്തിരുന്നത്, ഇപ്പോഴെന്താ ഇവക്ക് പെട്ടെന്നൊരു മാറ്റം വരാൻ എന്ന് വിചാരിക്കുന്നുണ്ട് ദേവയാനി. നയന പറയുന്നുണ്ട്, ഞാൻ കുടിച്ചോളാം എന്ന് പറയുകയാണ്. ദേവയാനിയുടെ മനസ്സിലൊരു പേടി തോന്നുന്നുണ്ട്, ഇവളിനി അതിൽ വല്ലതും കലക്കിയിട്ടുണ്ടാവോ, നയനമോളോട് ഒരുപാട് ദേഷ്യമുള്ളതാണ് ഇവക്ക് എന്നെല്ലാം വിചാരിക്കുകയാണ്. ശേഷം നയന ജ്യൂസ് എടുത്ത് കുടിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജാനകി വന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നയന ജാനകിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ജാനകി പറയാണ്, മോളെ നീ അത് കുടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്താ ഞാനത് കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അത് നീ കുടിക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ വേറെ ജ്യൂസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ജാനകി പറയാണ്, ഒന്നുമില്ല, ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, അവൾക്ക് വേറെ ജ്യൂസ് കൊടുക്കാം എന്ന് പറയാണ്. ഇല്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ദേവയാനി. ജാനകി പറയുന്നുണ്ട്, ജലജ ഇതിലെന്തോ കലക്കുന്നത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് ഇത് അവൾക്ക് കൊടുക്കണ്ട, അവളുടെ കുഞ്ഞിന് വല്ലതും പറ്റുമായിരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജലജ വന്നിട്ട് ജ്യൂസ് കുടിക്കാൻ ഇവളെ നിർബന്ധിച്ചപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ് അവൾ അതിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവും എന്ന്. ഇപ്പോൾ അത് ഉറപ്പായി. മോളെ നീ അത് കുടിക്കരുത്, നിനക്കിനി എന്തുണ്ടാക്കുകയാണെങ്കിലും എൻ്റെ കയ്യിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന് തരും, ഞാൻ കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണം മാത്രമേ നീ ഇനി ഈ വീട്ടിൽ നിന്ന് കഴിക്കാവൂ. നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇവിടെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്, മോളെ നീ നന്നായി ശ്രദ്ധിക്കണം. ഒരു തവണ ഞാനൊരു ജ്യൂസ് കുടിച്ചതാ, ഓർമ്മയുണ്ടല്ലോ, അത് കുടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇന്ന് മോളുടെ കാരണം കൊണ്ടല്ലേ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് കഴിക്കുമ്പോഴും നീ നന്നായി ആലോചിച്ച് വേണം കഴിക്കാൻ, ഞാൻ കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണം മാത്രമേ നീ കഴിക്കാവൂ എന്നെല്ലാം പറയുന്നുണ്ട് ദേവയാനി. ശേഷം ദേവയാനി വിചാരിക്കുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടിയാണ് ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്, അവൾക്കുള്ളത് ഞാൻ കൊടുത്തേ തീരൂ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോകാനൊരുങ്ങുമ്പോൾ നയന ആ ദേവയാനിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇപ്പം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആ ജലജയുടെ അടുത്തോട്ട് തന്നെ പോകുന്നത്, എൻ്റെ പേരക്കുട്ടിയല്ലേ അവൾ ഇല്ലാതാക്കാൻ നോക്കിയത്, എത്ര കാത്തിരുന്നിട്ടാ എനിക്കിപ്പോൾ ഒരു പേരക്കുട്ടിയെ കിട്ടാൻ പോകുന്നത്, എന്നിട്ട് ആ കുഞ്ഞിനെയാണ് അവൾ ഇല്ലാതാക്കാൻ നോക്കുന്നത്, ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഇതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയേ പറ്റൂ, അവളെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കും ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട്. ആ സമയത്താണ് നയന പറയുന്നത്, അതൊന്നും വേണ്ട അമ്മേ, അബി ജയിലിലായ ദേഷ്യത്തിലാണ് അവരോരോന്ന് ചെയ്തു കൂട്ടുന്നത്, നമ്മൾ ശ്രദ്ധിച്ചാൽ പോരെ, ഇപ്പോൾ അവരെ കൂടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നവ്യ ചേച്ചി ഇപ്പോൾ തന്നെ എന്നോടും എല്ലാവരോടും ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ പുറത്താക്കും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിലുണ്ടാവുക, ഈ കുടുംബത്തിൻ്റെ സമാധാനം നമ്മളായിട്ട് നശിപ്പിക്കരുതെന്ന് നമ്മൾ മുന്നേ തീരുമാനിച്ചതല്ലേ, അതുകൊണ്ട് അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, പിന്നെ നീ എന്താ പറയുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നോ, അപ്പോൾ ഒരു പിന്നെയും ഇതന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം. നമ്മൾ ശ്രദ്ധിച്ചാൽ പോരെ അമ്മ ഇപ്പോൾ ഇത് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി ഇതെല്ലാം ക്ഷമിക്കണം എന്ന് പറയുകയാണ്. മോളെ നിൻ്റെ ഈ നല്ല മനസ്സുകൊണ്ടാണ് നിനക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങളും തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നീ ഇങ്ങനെ ഒരു പാവമായി പോകരുത്, കുറച്ചും കൂടി സ്ട്രോങ് ആവണം, എങ്കിലേ കാര്യങ്ങളെല്ലാം ശരിയാവൂ എന്നെല്ലാം പറയുന്നുണ്ട്. അമ്മ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ, നവ്യ ചേച്ചി ഒരുപാട് ദേഷ്യത്തിലാണ്, എല്ലാവരോടും ദേഷ്യത്തിലാണ്, ഇപ്പോൾ എന്നെയും
നന്ദുവിനെയാണ് ഏറ്റവും കൂടുതൽ നവ്യ ചേച്ചിക്ക് ദേഷ്യം. നിങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് നവ്യ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മൂട്ടിക്കൊടുക്കാൻ ജലജയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ദേവയാനി. അതെ, എല്ലാവരും കൂടി ചെന്ന് ചേച്ചിയെ മൂട്ടിക്കൊടുത്തിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, ഈ ജ്യൂസിൽ വിഷം കലർത്തുന്ന കാര്യം അവൾക്ക് അറിയാമായിരിക്കും എന്ന് പറയുകയാണ്. ഇതേത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഒരിക്കലും ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്നൊന്നും ചേച്ചി ഒരിക്കലും ചിന്തിക്കില്ല എന്ന് പറയാണ്. ജാനകി പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ ചേച്ചിയെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് നീ അങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട. നിൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനും ഒരു മടിയും ഇല്ലാത്തവളാണ് അവള്. അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ നീ അവൾ പറയുന്നത് വല്ലതും കേട്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവൾ പറയുന്നതൊന്നും ഇപ്പോൾ കേട്ടിട്ടില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ എല്ലാം സ്വഭാവം. അവർ നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്തിരിക്കും. അതുകൊണ്ട് നീ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോളെ കൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടേലും പോവണോ? എൻ്റെ കുഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ എന്നെല്ലാം ചിന്തിക്കുകയാണ് ദേവയാനി. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഈ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.